ടീച്ചറാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐവീടനാണെങ്കിലും ആര് പങ്കെടുത്ത് എല്ലാവരും ജനസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് സംഘടനകൾ ഇതിന്റെ ഭാഗവാക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോ അറസ്റ്റും പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത്, എല്ലാ പരിപാടികളും വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനിടയ്ക്കിടയ്ക്ക് അന്വേഷണം നടത്തി. എന്താണ് ഇതിന്റെ മുന്നോട്ട് പോകും? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങളൊരു എഗ്രിമെന്റിൽ ഒപ്പിട്ടിരുന്നു. എഗ്രിമെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞാണ് കാണാം. ആ എഗ്രിമെന്റിൽ ഞങ്ങൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നേഷൻ, ഞങ്ങളുടെ സംഘടന, അത് ഒന്നാം കക്ഷിയായും എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കൊറസോൺ പണാടൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സർവീസ് സൊസൈറ്റി ഇന്നോവേഷൻസ് എന്ന പ്രൊജക്ട് കൺസൾട്ടൻസി സ്ഥാപനത്തിനു വേണ്ടി പ്രോപ്പറേറ്റർ പരസ്പരം സമ്മതിച്ചെഴുതി തയ്യാറാക്കിയ ഉടമ്പടി ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ മുഖാന്തരം പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയായ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് ചെയ്തു നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ നേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരസ്പരം താഴെ പറയുന്ന രണ്ട് കക്ഷികളും സംബന്ധിച്ച് ധാരണയാക്കിയിരിക്കുന്നു. ഈ എഗ്രിമെന്റിനകത്ത് ഇത് നമുക്ക് വായിക്കാം. ഇതിനെ സംബന്ധിച്ച് ഞാനിത് സീക്രട്ടായിട്ടൊന്നും വയ്ക്കുന്ന ഈ ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ ₹1 പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ₹1 പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ 2 വീലർ വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ, ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളും ഒരു ഇരയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളും, ഈ 200 സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഫെഡറേഷനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി, അനന്തകുമാർജി രാജിവെച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. കാരണം ഞങ്ങൾ കോൺഫെഡറേഷന്റെ ഭാഗമല്ല. ഞങ്ങളൊരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു. സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല IG ആണ്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും, ആരും നെഗറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കില്ല, പോസിറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കും. അദ്ദേഹം ആണത് അതിനുശേഷം ഉദ്ഘാടനം ചെയ്തത്. പേര് ഞാനിപ്പോൾ സൂചിപ്പിക്കാം. പേര് നോക്കി, ഒക്ടോബർ 30 പേര് നോക്കി, പേരിപ്പോ പറയാം. K. സേതുമാധവൻ IPS IG നോർത്ത് റീജിയൻ. അത് ഞങ്ങളുടെ പരിപാടിയല്ല കേട്ടോ. അല്ല, ഞാൻ ഫുൾ പറയാം, ഫുൾ പറഞ്ഞിട്ട് വരാം. അത് പോലീസ് അസോസിയേഷൻ. ഞാനിത് ആക്ഷേപം ഉന്നയിക്കുന്നതായിട്ട് പറയണല്ല, അവർക്കൊക്കെ അബദ്ധം പറ്റിയത്. കാരണം നിങ്ങൾ പറഞ്ഞു വേറെ പുതിയ സാധനം ഉണ്ടായത്. ഇപ്പൊ നാഷണൽ NGO കോൺഫെഡറേഷൻ, അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ ഒന്നാണ്. അപ്പോ അത് ഇപ്പൊ ഡീറ്റെയിൽ ഇപ്പൊ പറയാം, നമ്മുടെ കയ്യിലുണ്ടല്ലോ. മണി വാട്സപ്പ് ഇട്ട് തരാം, പിന്നെ പ്രശ്നമില്ല നിങ്ങൾക്ക്. എന്റെ മാഡം അത് ഇട്ട് തരാം. നിങ്ങളെപ്പോലെ ഞങ്ങൾ കണ്ടുപിടിച്ചതാ. നാഷണൽ NGO കോൺഫെഡറേഷൻ, ഏജൻസി ഫോർ വാട്ടർ മാനേജ്മെന്റ്
അഗ്രികൾച്ചറൽ റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് എനർജി ഉദ്ഘാടനം കെ സേതുമാധവൻ IPS, പോലീസ് ക്ഷേമ നികേതൻ, ഒക്ടോബർ 30 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാലൂർ കുന്ന് കോഴിക്കോട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരിപാടികൾ നടക്കുകയുണ്ടായി. അന്വേഷണം ഫോട്ടോ ഒക്കെ ഉണ്ടായി, ഇട്ടുതരാൻ അവരാരൊക്കെ ഉണ്ട് കുറെ അന്വേഷണ ഫോട്ടോ ഇത് കണ്ടു. അപ്പൊ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇവരോട് ചോദിച്ചു എന്താണ് ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പല CSR ഫണ്ടുകൾ പ്രതീക്ഷിച്ചു വന്നിട്ടില്ല, വരുന്നുള്ളൂ, ഞങ്ങളുടെ പേപ്പർ വർക്ക് നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ കാണാൻ ഞാനൊക്കെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആളുകൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അവർ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ്, CSR ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ പൊതുജീവിതത്തില് സത്യസന്ധമായ സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങള് വാഹനം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഡീറ്റെയിൽസ് എടുത്ത്, സാധാരണഗതിയിൽ ഇതിന്റെ സിസ്റ്റം ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല. ഇത് അവർക്ക് ഫണ്ട് അടച്ചാൽ അവരാണ് ഈ ഡീലർമാർക്ക് ഫണ്ട് കൊടുക്കേണ്ടത്, വണ്ടികളുടെ ഓർഡറും കൊടുക്കേണ്ടത് അവരാണ്. അങ്ങനെ അവർ ഓർഡർ കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് നമ്മളീ കൊടുക്കുന്ന പേപ്പർ എല്ലാവരും, എന്റെ മാത്രമല്ല, ഈ 10-200 ഏജൻസികൾ, പാവപ്പെട്ട ഒരുപാട് ആളുകൾ, 100 വണ്ടി 500 വണ്ടി 1000 വണ്ടിയൊക്കെ ബുക്ക് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഡീലർമാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാം, ഞങ്ങളുടെ സൊസൈറ്റി പൈസ കൊടുക്കാം. ആ സൊസൈറ്റി പൈസ കൊടുക്കുന്നതിന്റെ ധാരണമായി മുടങ്ങാതെ ഞങ്ങളിപ്പോഴും വണ്ടി കൊടുത്തു. ഇന്നലെയും കൊടുത്തിട്ടുണ്ട്, നാളെയുണ്ട്. ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താതെ നടത്തി. ഇപ്പം ഞങ്ങൾ വിതരണം ചെയ്തത് 5620 വണ്ടിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. 5620 വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു 5% വണ്ടി കൊടുക്കാണ്. അപ്പോൾ ഞങ്ങൾ ചില ആളുകൾ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ സ്വഭാവമായിട്ട് പത്രപ്പെടുത്തുന്ന ഭാഗമാണ്, തെറ്റൊന്നുമില്ല. ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്യുന്ന ഇന്നലെ മിനിങ്ങാൻ തുടങ്ങിയതല്ല. ആദ്യം ഹോണ്ട വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി, അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി. അപ്പോൾ ചിലർ ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഈ പൈസ റീഫണ്ട് ചെയ്ത് നന്നായി. ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങൾ പറയും, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകളോട് ഞങ്ങൾ ഈ ജൂപ്പിറ്റർ മറ്റേലേക്ക് മാറാം, അവർക്ക് താല്പര്യക്കുറവ്, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെയും മിനിങ്ങാന്നും 4-ാം ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ കോർഡിനേറ്റർമാർ വഴിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സൈനിന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങളും ആളുകൾ പാനിക്കാവും. അപ്പൊ ഞങ്ങളവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി, ആ ആളുകളുടെ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക, ഡോക്യുമെന്റ്സ് എടുക്കുക. കാരണം ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് പരമാവധി കിട്ടുള്ളൂ. അതിപ്പോൾ പഴയ പോലെ ബുക്കായിട്ട് കിട്ടില്ല, ഓൺലൈനിൽ കിട്ടണം, ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുക. അപ്പൊ ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ അഭിഭാഷകരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ ഞങ്ങൾ അർജന്റായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈൻ. ഇപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താണ് മറ്റേ സീഡ് സൊസൈറ്റി, ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനമല്ല. ഇപ്പൊ കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല, വെറും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈൻ SIGN എന്ന് പറയുന്ന സൈൻ
എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇതും അങ്ങനെയാണുള്ളത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പത്ര പ്രവർത്തകന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം പൊതുസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പെട്ടതാണ്. ഞാനും അതിൽ പെട്ടതാണ്. അങ്ങനെ വിചാരിച്ചുള്ളൂ. ഞാനതിൽ നിന്ന് കൈയഴി ഓടാൻ തയ്യാറല്ല. വാങ്ങിയ ആളുകൾക്ക് വാഹനം വേണ്ടവർക്ക് വാഹനമാണെങ്കിലും സാവകാശം ഉണ്ടെങ്കിൽ അതാണെങ്കിലും പൈസയാണെങ്കിലും പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നും ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ സൊസൈറ്റി നല്ല കേപ്പബിൾ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. 10-12 വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ്. ആ രീതിയിലാണ് അതിന് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധമായ സമീപനവും നിലപാടുകളും പ്രത്യേകം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പത്രസമ്മേളനം നടത്താനുള്ള കാരണം അറിഞ്ഞോ അറിയാതെ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ പേര് വരുമ്പോൾ ഈ ഫ്ളാറ്റിൽ പോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഞെട്ടും. ഇതെന്താണ് സംഭവം? ഇയാളുടെ ചില ചാനലുകാരുടെ രസത്തിന് കൊടുക്കുക നിത്യ സന്ദർശകനായിരുന്നു. എനിക്ക് പരിപാടിയില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ. എന്റെ വീട്ടിൽ പോലും ഞാൻ മാസത്തിൽ 10 ദിവസം ഉണ്ടാവാറില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണം അവിടെയുണ്ട്, നമ്മുടെ വാഹനം ആവശ്യമുണ്ട്. അതിലൊക്കെ നമ്മൾ ഇടപെടണം. ഞാൻ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മാഡം. ഓരോരുത്തരായിട്ട് ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് സമാധാനമായിട്ട് ചോദിക്കുക. എന്തിനും മറുപടി വരാം. ചോദിച്ചോളൂ. ഈ കേസെടുത്തതിന് ശേഷമാണോ? അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് മുമ്പ്. അതിന് അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്തത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. ഇല്ലില്ല, 3-4 മാസമായി. ആ ഇല്ലെന്ന് 3000 നമ്മളുടെ അറിവ് പറയണം. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞേ, നമ്മളോട് പറഞ്ഞ അറിവില്ല. മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്. അതിനകത്ത് അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് 3-4 മാസമായി.